ഭയപ്പെടാതിരിക്കുക. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ് എക്സീഡിംഗ് ജോയ്. നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. ഫോർ ബെദൻ യു ഫൈൻഡ് കാണ്ടർ ലിബർട്ടി, വാർ എ ഗുഡ് വാർഫെയർ, ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്, റിപ്ലൈ എ ടു വി ഡി സതീശൻ ആൻഡ് അതർ UDF ലീഡേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല, മെയ് മാസം 18-ാം തീയതി മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന VD സതീശനുള്ള റിപ്ലൈ ഫോർ ബെദൻ യു ഫൈൻഡ് കാണ്ടർ ലിബർട്ടി. നാം ഇനി അടിമത്തിൽ കൂടി ഇന്നത്തെ തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 21/5/2026 ഫോർ ബെദൻ യു ഫൈൻഡ് കാണ്ടർ ലിബർട്ടി, വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. 21/5/2026 വ്യാഴാഴ്ച രാവിലെയുള്ള സമയം പുള്ളിംഗ് ഡൗൺ സ്ട്രഹോൾസ് കാഷിംഗ് ഡൗൺ. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി, കാഷിംഗ് ഡൗൺ ഇമേജിനേഷൻസ്, പുള്ളിംഗ് ഡൗൺ സ്ട്രഹോൾസ് കാഷിംഗ് ഡൗൺ ഇമേജിനേഷൻസ്. അപ്പം ഫോർ ബെദൻ യു ഫൈൻഡ് കാണ്ടർ ലിബർട്ടി ഇന്നത്തെ വ്യാഴാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് കാഷിംഗ് ഡൗൺ ഇമേജിനേഷൻസ്. നാം ഇനി അടിമത്തിൽ കൂടിയും പോരുത്. ഇടവപ്പാതി ഫോർ ബെദൻ യു ഫൈൻഡ് കാണ്ടർ ലിബർട്ടി. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ പോലെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഴയും പെയ്യും മരവും പെയ്യും. അത് തലയിൽ വീണ് ജലദോഷം പിന്നെ അധികരിക്കാതിരിക്കാനും, അല്ലെങ്കിൽ അത് കൂടാതിരിക്കാനും, അല്ലെങ്കിൽ ജലദോഷം വരാതിരിക്കാനും, അല്ലെങ്കിൽ ഒരു പ്രിവെന്റീവ് മെഷർ എന്നുള്ള അർത്ഥത്തിൽ കുടയും കൂടെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഫോർ ബെദൻ യു ഫൈൻഡ് കാൽബർട്ടി ഇന്നത്തെ ന്യൂസ് പേപ്പറും കൂടെ ഞാൻ എൻ്റെ പക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലുള്ള ചില കാര്യങ്ങളും കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം VD സതീശനുള്ള റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ, അതായത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ടൈപ്പ് VD സതീശൻ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഷംസുദ്ദീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമല്ല വഖഫിൻ്റെയും അതിൻ്റെയൊക്കെ ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പം നൈസ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ കൂടെ വഖഫും കൂടെ കയറ്റിയിട്ട്, അതുപോലെ ഫിഷറീസ് വകുപ്പൊക്കെ മുസ്ലിം ലീഗിനാണ്. അപ്പോൾ അവന്മാരുടെ ഗ്രൂപ്പുകൾക്ക് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരറ്റം മുതൽ, അതായത് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള സമുദ്ര തീരങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ച്, അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ വഖഫ് എന്ന് പറയുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ട ആ വഖഫിൻ്റെ അധികാരമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള കുറുക്കൻ്റെ തന്ത്രം, അല്ലെങ്കിൽ മഹാസർപ്പത്തിൻ്റെ തന്ത്രമാണ് എന്ന് ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി എന്ന് തിരിച്ചറിയുന്നതിൽ ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ഒന്ന് യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. യുക്തിപരമെന്ന് വെച്ചാൽ നിരീശ്വരവാദമല്ല, യുക്തി വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്രൈസ്റ്റ് ജീസസ് നമുക്ക് റെവലേഷൻ, അതുപോലെ തന്നെ നോളജും വിസ്ഡവും ഒക്കെ തരുമ്പോഴത്തേക്ക് എത്ര അധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കോർത്തിണക്കി കൂട്ടിക്കെട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി അതിലോട്ടൊക്കെ നമുക്ക് കടന്നു പോവാം. എന്തായാലും അപ്രകാരമുള്ള ഇസ്ലാം ചീറ്റിങ്സിൽ നിന്നും, അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഹത്യയിൽ നിന്നും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംഭാവനയായിട്ടുള്ള, ഇസ്ലാമിൻ്റെ വകയായിട്ടുള്ള ഹത്യയിൽ നിന്നും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വകയായിട്ടുള്ള കൊലപാതകത്തിൽ നിന്നും, സനാതന ധർമ്മം എന്ന വിഷയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ തക്കണം. അതുപോലെ തന്നെ വരുവാനുള്ള കോപത്തിൽ നിന്നും, നിത്യനരകത്തിൽ നിന്നും, മറ്റെല്ലാവിധമായ തിന്മകളിൽ നിന്നും, ജീവിതത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും ഗുണം പിടിക്കുവാനും പൂർണ്ണമായി സൗഖ്യവും ഹെൽത്തൊക്കെ ലഭിക്കുവാനും വേണ്ടി എന്ത് ചെയ്യണം, അവർ വൺലോഡൻ ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയിൽ ആശ്രയിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി, അവർ വൺലോഡൻ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോറോ സിക്നസസ്. ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രൈസ്റ്റ് ജീസസിന്റെ അപ്പോർഡ് കാളിങ്ങിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടുവാൻ തക്ക ഇടയിൽ തരാം. പണ്ടത്തെ രോഗങ്ങളും പണ്ടത്തെ രോഗവേദനകളും അതുപോലെ പണ്ടത്തെ വ്യാധികളും അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മറക്കുവാൻ തക്കണം ക്രിസ്തു നമുക്ക് കൃപ നൽകുമാറാട്ടെ. ആ ഭാരങ്ങളൊന്നും മനസ്സിൽ ഏറി നടക്കാതെ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും ക്രിസ്തു നമ്മളെ വിടുവിച്ചു എന്നുള്ള അർത്ഥത്തിൽ, രക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിൽ, നിങ്ങളുടെ രോഗം എത്ര കഠിനമായിക്കോട്ടെ, ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ആയിക്കോട്ടെ, ചിലപ്പം റെസ്പിറേറ്ററി അറസ്റ്റ് ആയിക്കോട്ടെ, ബ്രെയിൻ ട്യൂമർ ആയിക്കോട്ടെ, കിഡ്നി ഫെയിലർ ആയിക്കോട്ടെ, ലിവർ ഫെയിലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഓർഗൻ, അല്ലെങ്കിൽ മെന്റൽ ട്രോമ ആയിട്ടെ, മെന്റൽ ഡിസീസ് ആയിക്കോട്ടെ, ഏത് തരം രോഗത്തിൽ നിന്നും ഫോർ ബെദൻ യു ഫൈൻഡ് കൽബട്ടി അവർ വൺലോഡൻ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോറോ സിക്നസസ് ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നേറി പിമ്പിളിനെ മറന്ന് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് മുന്നേറുക. പിമ്പിളിനെ മറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേദന വന്നപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു, ആ ഡിസീസ് വന്നപ്പോൾ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഓർമ്മശക്തി നല്ലതാണ്, അതിനെ മാത്രം മനസ്സിൽ താലോലിച്ചുകൊണ്ട് ഇനിയും ആ രോഗം വരുമോ, അയ്യോ ഞാൻ വേദന എടുക്കുന്നേ, അയ്യോ ഇതാ ചത്തുപോകുന്നേ, അവിടെ വേദന, ഇവിടെ രോഗം, അവിടെ രോഗം, തൊടുന്നിടത്ത് എല്ലായിടത്തും രോഗം, മുമ്പിലും ഫ്രണ്ടിലും, മുമ്പിലും ബാക്കിലും, അതുപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും അപ്പിലും, പിന്നെ ഡൗണിലും, പിന്നെ അതുപോലെ തന്നെ ദാറ്റ് മീൻസ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്, നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്,
അപ്സൈഡ് ഡൗൺ സൈഡ്, എല്ലായിടത്തും രോഗം, എല്ലായിടത്തും പ്രശ്നം, എല്ലായിടത്തും വേദന, എല്ലായിടത്തും ഹാർട്ട് അറ്റാക്ക്, എല്ലായിടത്തും ലങ്സ് ഡിസീസ്, എല്ലായിടത്തും റെസ്പിറേറ്ററി അറസ്റ്റ്, ഇങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെയുള്ള ചിന്തകളെ ഫോർ ബദൻ ഇഹോൻ കാൽവട്ടി അവർ ഉള്ളോട് ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ നാം ഇനി അടിമത്തിൽ കുടിപ്പോരുത്. ഫോർ ബദൻ ഇഹോൻ കാണ്ടൻ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് as free peace. Stand fast in liberty with Christ as ministry and be not entangled again with the yoke of bondage. Himself took our infirmities and bore our sicknesses, by stripes we are healed. For brethren, he had called on liberty, as free peace. Resist him, set fast in faith. Pulling down stalls, casting down imaginations. Stand fast in liberty with Christ as ministry and be not entangled again with the yoke of bondage. Resist him, set fast in faith. Living God who gives richly all things enjoy. Every good gift and every perfect it is coming from above the Father of lights. Stand fast in liberty, where the crisis ministry and be not entangled again with the yoke of bondage. God is not the other confusion but of peace. As free peace, you resist him, set fast in faith. Resist the devil, then he shall flee from you. Resist him, for brethren, even carnal, but resist him, set fast in faith. Pulling down strongholds, casting down ഇമേജിനേഷൻസ് ഫോർ ബദൻ ഇഹൻ കാൽവട്ടി. അപ്പം ക്രൈസിസസിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇങ്ങനെയുള്ള ചിന്തകളെയും സാത്താനെയൊക്കെ എന്ത് ചെയ്യുന്നു, ബത്സിച്ച് ബന്ധിച്ച് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അവർ ഉള്ളോട് ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ അവയോട് എതിർത്ത് നിന്ന് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഫോർ ബദൻ ഇഹൻ കാൽവട്ടി ആസ് ഫ്രീ വിസിഗിൻ താങ്ക്സ് ഫോർ ഫാദർ ദ എക്സൈഡിംഗ് ജോയ് ഗ്രേറ്റ് ജോയ് നാം എന്നെ അടിമത്തിൽ കൂടി വരുന്നത്. ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. ഫോർ ബദൻ ഇഹൻ കാൽവട്ടി ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. as free വിസിഗിൻ ഫോർ ബദൻ ഇഹൻ കാൽവട്ടി ഗെയിൻ താങ്ക്സ് ഫോർ ഫാദർ ദ നാം എന്നെ അടിമത്തിൽ കൂടി വരുന്നത്. For brethren, you have carnal liberty, as free peace to you, and be not entangled again with the yoke of bondage. As free peace, again thanks God Father the Savior, the Lord exceeding joy. ക്രൈസിസിന് കൃപയിൽ ആശ്രയിച്ച് എന്ത് ചെയ്യാം, നമുക്ക് മുന്നേറാം. പിമ്പിലുള്ള മറന്ന് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. ക്രൈസിസസ് നമ്മളെ പൂർണ്ണമായി ഹീൽ ചെയ്തു എന്നുള്ള വിശ്വാസത്താൽ വിശ്വാസികൾക്ക് മുന്നേറാം. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷാപ്പന ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ഫോർ ബദൻ ഇഹോൻ കാൾഡർ ലിബർട്ടി, അതായത് ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് യേശുവിൽ വിശ്വസിക്കാന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷാപ്പന ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അതായത് ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. There is neither is there salvation in any other, for there is none other name under heaven given among men whereby we must be saved. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you shall be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. For whoever calls upon the name of the Lord shall be saved. If a person believeth and is baptized in the name of our one Lord and Savior Jesus Christ, then that person shall be saved. If a person believeth not, that person shall be condemned. Pulling down strongholds, casting down imaginations, and be not entangled again with the yoke of bondage. God is not the other confusion but of peace. If a person believeth not, that person shall be condemned. Pulling down us, O wretched man, that time who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the law of the Spirit of life in Christ Jesus has set me free from the law of sin. Pulling down strongholds, casting down imaginations. Now there is no more condemnation. Those who are in Christ Jesus, the law of the Spirit of life in Christ Jesus has set me free from the law of sin. And at the pulling exceeding joy. God is not the other confusion but of peace. ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർവിടിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രൈസിസസ് ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാന പ്രമാണം ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, ഓ wretched man that time who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the law of the Spirit of life in Christ Jesus has set me free from the law of sin and death. നാം എന്നെ അടിമത്തിൽ ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. നാം എന്നെ അടിമത്തിൽ കുടുങ്ങി പോകരുത്. ക്രിസ്തേശന്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് എന്ത് ചെയ്യാം, ആശ്രയിക്കാം. ഫോർ ഹോർ കാൾസ് അപ്പോൺ ദ നെയിം ഓഫ് ദി ലോർഡ് ഷാൽ ബി സേവ്ഡ്. ഭയപ്പെടാതിരിക്കുക. Pulling down strongholds, casting down imagination. Jesus Christ, for brethren, Jesus Christ said, I am the way, the truth, and the life. No one comes to the Father except through me. Pulling down strongholds, casting down imaginations. Jesus Christ said, I am the resurrection and life. He that believeth in me, though he were dead, yet shall he live. And whosoever liveth and believeth and believeth in me, for brethren, he have carnal liberty. നാം എന്നെ അടിമത്തിൽ കൂടി വരുന്നത്. And whosoever liveth and believeth in me shall never die. Do you believe this? Pulling down strongholds. നാം എന്നെ അടിമത്തിൽ കൂടി പോരുത്. Exceeding joy, great joy. Now may the Lord of peace himself give peace always, and the Lord be with you all. As for brethren, he have carnal liberty. For God so loved the world that he gave his only begotten Son, that whosoever believeth in him shall not perish but everlasting life. And the wages of sin is death. The gift of God is eternal life. For brethren, he have liberty. Do not fear at all. Do not fear and be not entangled again with the yoke of bondage. The wages of sin is death. The gift of God is eternal life through Jesus Christ our Lord. And be not entangled again with the yoke of bondage. നമുക്ക് ക്രൈസിസിന്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം.
every kinds of deadly diseases, every kinds of that is genetic diseases, every kinds of inherent diseases, and every kinds of deadly diseases, asthma, COPD, lungs diseases, lungs disorders, brain disorders, blood disorders, heart disorders, and also cardiac arrest, and also pulmonary disorders, and also pituitary disorders, pituitary gland disorders, and also pineal gland disorders, adrenal gland disorders, and also every kinds of pancreatic disorders, every kinds of endocrine disorders, endocrine gland disorders, every kinds of vascular vein problems, and every kinds of forehead and shoulder problems, every kinds of bone and marrow problems, every kinds of cell problems, every kinds of carcinoma cells and blood clots, and every kinds of deadly diseases, every kinds of liver dysfunctioning, every kinds of liver problems, every kinds of lungs problems, every kinds of nerve problems, every kinds of circulatory system problems, every kinds of respiratory system problems, every kinds of brain problems, and every kinds of neck problems, every kinds of mental problems, mental trauma, etc., and also every kinds of physical illness and mental illness and mental traumas and mental diseases, every kinds of COPD, chronic diseases, forbidden Kalvati, every kinds of deadly diseases, both past, present, and future, and various souls be broken, be cancelled, and be destroyed completely in the name of our Lord Jesus Christ. Giving thanks to Father, the Savior of the Lord, pulling down of Namine Adimatil Kudi Purdu. ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. ഫോർബുദനിഹൻ കാൽഡൽബട്ടി ബൈബിളിൽ പ്രകാരം വായിക്കുന്ന എന്മനമേഹയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമത്തെ വാഴ്ത്തു, എന്മനമേഹ വാഴ്ത്തുക, അദ്ദേഹത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്, അദ്ദേഹം നിൻ്റെ അകൃത്യങ്ങളൊക്കെ മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അദ്ദേഹം നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദൈവം കരുണ നിന്നെ അണിയിക്കുന്നു, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ടവൻ നിൻ്റെ വാക്യം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കുമ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ദേഹം തിരശ്ശീൽ കൂടി നമുക്ക് പ്രേഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാവിരോധനം നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുവാൻ ഹൃദയങ്ങൾ തലകെട്ട് ശുദ്ധവെള്ളത്താൽ ശരീരം വാശിപ്പെട്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ പരമാവധി അടുത്തെല്ലുക. പുള്ളിംഗ് ഡൗൺ സ്ട്രോഹോൾസ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ഓരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവന്റെ മരണഭീതിയിൽ അടിമളായിരുന്നവരൊക്കെ വിടുവിച്ചു. For as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he may destroy him that had the power of death, that is the devil, and deliver them who through fear of death were all their lifetime subject to bondage. For verily he took not on in the nature of angels, but he took on in the seed of Abraham. Wherefore in all things it behoved him to be made like unto his brethren, that he might be a merciful and faithful high priest in things pertaining to God, to make reconciliation for the sins of the people. For in that he himself has suffered, being tempted, he is able to succor them that are tempted. For within Ihan Kalvati, every carcinoma cells and every kinds of cancer cells also, both past, present, and future, and various souls be broken, be cancelled, and be destroyed completely in the name of our Lord and Jesus Christ. Giving thanks to Father, the Savior of the Lord, pulling down strongholds. നമുക്ക് വി ഡി സതീശൻ്റെ ഉത്തരത്തിലേക്ക് കടന്നു വരാം. വി ഡി സതീശന് കൊടുക്കാനുള്ള ഉത്തരത്തിലേക്ക് കടന്നു വരാം. ആദ്യം നമുക്ക് ഈ പടിക്കെട്ട് കയറി ഫോർബിദൻ ഇഹാൻ കാൽഡറിനെ പറ്റി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ കുണ്ടാങ്കടവിൻ്റെ, അതായത് ഈ ട്രിവാൻഡ്രം കോർപ്പറേഷൻ അതിർത്തിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പടിക്കെട്ട് നമുക്ക് കയറി, അതാണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, തിരുമലം നേരെ വട്ടിയൂർക്കാവ് വലത്തോട്ട്. അപ്പോൾ ആ പടിക്കെട്ട് കയറിയിട്ട് നമുക്ക് വലത്തോട്ട് പോയി ഈ പാലം കടന്ന് അപ്പുറത്ത് പോയി നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്ത് പോയി നമുക്ക് ആ പടിക്കെട്ടിൻ്റെ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ റിപ്ലൈ ടു വി ഡി സതീശൻ എന്നുള്ള അർത്ഥം നമുക്ക് ചിന്തിക്കാം. ഫോർ ബദനി ഹാങ് കാണ്ടർ ലിബർട്ടി, മനസ്സിലാകുന്നുണ്ടോ? വളരെ ഗുഡ് വാർഫെയർ, ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്, പുള്ളിംഗ് ഡൊണസ്റ്റോൾസ്, കേസിനോട് നീജിനിഷസ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും സങ്കീർത്തനം എന്ത് ചെയ്യണം, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും സങ്കീർത്തന പുസ്തകം 136 എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിലെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെ ഇസ്രായേൽ മക്കളെ വിടുവിച്ചെന്നും നമ്മളെ എങ്ങനെയൊക്കെ വിടുവിക്കുമെന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, വിടുവിക്കുന്നെന്ന് പറയാൻ പറ്റും. ഹു ഹാസ് ഡെലിവേർഡ് us from so great death and doth deliver, in you trust that he will yet deliver us. എല്ലാ സർപ്പവശത്തിൽ നിന്നും ക്രിസ്ത്യസ് നമ്മളെ സൗജന്യമായി ഫോർബിദൻ ഇഹാൻ കാൽവട്ടി നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. ആസ്ഫ്രിബീസ് സൗജന്യമായി പുള്ളിംഗ് ഡൊണസ്റ്റോൺസ് ആസ്ഫ്രിബീസ് ഫോർബിദൻ പറ്റി ആസ്ഫ്രിബീസ് സൗജന്യമായി രക്ഷിച്ചിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നേറാം.
നമ്മളെന്തായാലും കുണ്ടാങ്കട പാലം കടന്നു ചെയ്തു. മണി ഇപ്പോൾ ഏകദേശം 8:40 അടുപ്പിച്ചായിരിക്കുന്നു. അവിടെ എത്തിയിട്ട് മറ്റു കാര്യങ്ങൾ ചിന്തിക്കും. പുള്ളിങ്ങോടെ ക്യാഷ് മീഡിയം മിഷൻസ് Very good warfare, qualified and good things. Fight a good fight of faith. നാം ഇനി അടുപ്പത്തിൽ പിടി പോകുന്നു. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബദനീഹങ്ങൾ കൂടി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കുണ്ടാങ്കട വാറ്റിൻ്റെ മറ സൈഡ് നമ്മൾ എത്തിയിരിക്കുന്നു. ഒന്ന് കാല് കഴിയിട്ട് വരാം. ഇവിടെയൊക്കെ മഴ പെയ്തതുകൊണ്ട് റോഡിലൊക്കെ ചിലപ്പോൾ ചെളിയും ഇതൊക്കെ കാണുമല്ലോ. അപ്പോൾ ഒന്ന് കാല് കഴിയുമ്പോഴത്തേക്ക് കാലിനൊരു ഒരു മയം കിട്ടും, ഫ്രീഡം കിട്ടും. ഇന്നലെ ചെറിയ ജലദോഷം ഫീൽ ചെയ്തു. ക്രൈസിസസ് വിടുവിച്ചു. വലിയ രീതിയിലൊന്നുമില്ല. എന്തായാലും ക്രൈസിസസ് അദ്ദേഹം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറയും പോലെ ക്രൈസിസസ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള അർത്ഥം നമുക്ക് വിശ്വസിക്കാം. ഈ പടിക്കെട്ടൊക്കെ കയറി അങ്ങ് മേളിലെത്തണം. വി ഡി സതീശന് റിപ്ലൈ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പോകുന്നതിന് മുമ്പേ ഇന്നത്തെ പത്രത്തിൽ ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇന്നത്തെ പത്രത്തിൽ സിൽവർ ലൈൻ വേഗറയിൽ പദ്ധതി റദ്ദാക്കി കുറ്റിയൂരി സ്ഥലം ഏറ്റെടുക്കാൻ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റും, സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കും. മാത്രമല്ല വകുപ്പ് വിഭജനം പൂർണ്ണമെന്ന് വായിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ റോജിക്ക് ഫിഷറീസ് ഗഫൂറിന്റെ തന്ത്രം കൊള്ളാല്ല. ഫിഷറീസ് എന്നാകുമ്പോൾ മത്സ്യബന്ധന മേഖല. അപ്പം തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ കേരളത്തെ വഖഫിന്റെ പേരിലും അല്ലെങ്കിൽ മുസ്ലിം മതത്തിന്റെ പേരിലും കീഴടക്കാനാണല്ലേ. ഹലോ ഗഫൂറെ, ഫോർ ബദനിഹാൻ കാണ്ടർ ലിബർട്ടി അസ്രവീശി, ഇയാളുടെ വേല അങ്ങ് ഭീമാപ്പള്ളിക്ക് അപ്പുറം കടലിൽ കൊണ്ടുപോയി നട്ടാൽ മതി. ബി അപ്രൂട്ടഡ് ആൻഡ് ബി പ്ലാന്റഡ് ഇൻ ദ സീ പുള്ളിങ് ഡൊണസ്റ്റർ ഹോൾസ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സാധാരണക്കാർക്ക് ചിന്തിക്കുന്നവർക്ക് കുറച്ച് നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തിന്മയും കൂടെ ചെയ്താൽ മനസ്സിലാവില്ലെന്നാണ് വിചാരം.
ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി തന്നെ എന്താണ്, ദാറ്റ് ഈസ് എന്താണ് ഒരു കബം പോലെ അല്ലെങ്കിൽ ഒരു കാർസിനോമ സെല്ലാണ്. ഈ സെല്ലിനെ വേരോടുകൂടി പിഴുതെറിഞ്ഞിട്ട് ബി അപ്രോട്ടഡ് ആൻഡ് ബി പ്ലാന്റഡ് ഇൻ ദ സീ എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കേരളയിൽ പദ്ധതിയൊക്കെ നല്ലതാണ്. പണ്ട് കഷ്ടപ്പെടുത്തിയവരൊക്കെ, പിണറായി വിജയൻ കഷ്ടപ്പെടുത്തിയവരൊക്കെ രക്ഷിക്കുന്നത് നല്ലതാണ്. മനസ്സിലാകുന്നുണ്ട്? അതിൻ്റെ പിക്ചറൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം സമയം 8:45 അടുപ്പിച്ചായിട്ടുണ്ട്. ഫോർ ബദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി. ഇനി മറ്റൊരു കാര്യം നോക്കൂ. Himself took our infirmities and bore our sicknesses, by his stripes he are healed. ഇത് പേജ് നമ്പർ 1-ലായിരുന്നു. ഇനി പേജ് നമ്പർ 7-ലേക്കും 6-ലും 7-ലേക്കും നമ്മൾ നോക്കുമ്പോൾ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എടുത്ത് വായിച്ചു നോക്കുക. മലയാള മനോരമ പേപ്പർ 21. നിങ്ങൾ പേജ് നമ്പർ 6ഉം 7ഉം ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഫേസ്ബുക്ക് ലൈവിനും കൂടെ സ്ക്രീൻ കാസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര മനോഹരവും നന്നുമായിരുന്നു. അതുപോലെ നമ്മളൊരു ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് ഓർഗനൈസ് ചെയ്ത് കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രമത്തിന് ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞ് എത്രമാത്രം നല്ലതായിരുന്നു. ചുമ്മാ അങ്ങ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ഇട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയോ? ഫോർ ബദൻ യു ഹാൻ കാൽവെട്ടി ചെയ്ത പോസ്റ്റുകളൊക്കെ ഒന്ന് ക്രമമായിട്ടും സകല ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ ഡീസൻ്റായിട്ടും ക്രമത്തോടുകൂടി അടുക്കി വെക്കണമെങ്കിൽ നമുക്ക് ആ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ചുമ്മാ പോസ്റ്റ് ഇട്ട ആളുകളെയും സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കൂട്ടിയാൽ മതിയോ? ചെയ്യുന്നതിന് ഒരു മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇടുന്നവരുണ്ട്, പല ഉദ്ദേശത്തിനും പർപ്പസിനായി ചെയ്യുന്നവരുണ്ട്. ഇവരെയൊക്കെ ഫേസ്ബുക്ക് പരിഗണിക്കണ്ടേ? ഇതൊക്കെ ഇനി എന്ന് പഠിക്കാൻ? ബിസിനസ് മൈൻഡ് മാറ്റി ഒന്ന് ഈ മന്ത്രിമാരാണെങ്കിലും ആദ്യമൊക്കെ കുറേ നല്ല കാര്യം ചെയ്തിട്ട് പിന്നത്തേൽ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് ബിസിനസ് മൈൻഡൊക്കെ മാറ്റി ഇങ്ങനെയുള്ള ഈ സൂത്രവിദ്യകൾ, അതായത് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള കൗശലമൊക്കെ മാറ്റി വെച്ച് വഞ്ചിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടും. വി.ഡി. സതീശനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഈ ഫോട്ടോയിലേക്ക് നോക്കൂ. ഈ ഫോട്ടോയിലേക്ക് നോക്കുമ്പം എൻ ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ യജ്ഞം, വഖഫ്, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം. വല്ലാത്ത ഇത് തന്നെ, വഖഫും ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം. ഈ മുസ്ലിം ലീഗിന് അധികാരം കൊടുത്താനുള്ള പ്രശ്നം ഇതാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് വഖഫിൽ കൂടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഹജ്ജെന്നും പറഞ്ഞുകൊണ്ട് അതിൽ കൂടെ നോൺ മുസ്ലിംസിനെ കൊല്ലുക, അപകടപ്പെടുത്തുക. ഞാൻ ഈ പറയുന്നൊന്നും ചുമ്മാ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? ഈ നിയമസഭയിലൊക്കെ പണ്ട് പിണറായി വിജയനും എ.ഡി. സതീശനൊക്കെ പറഞ്ഞതുപോലെ പിന്നെ ചുമ്മാ അങ്ങ് ഒരു ഊഹ കച്ചവടം പോലെ പറയുന്നതല്ല, തെളിവ് സഹിതമാണ് പറയുന്നത്. ഇവരൊക്കെ എന്തായി തീരും എന്നുള്ളതൊക്കെയാണ്, പിന്നെ എന്തായി തീരും എന്നുള്ളൊരു പ്രവണതയാണ് പറയുന്നത്. പക്ഷെ ആ പ്രവണതയിൽ നിന്നും, ആ തെറ്റായ തിന്മകളുടെ പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഒള്ളാണ് ജീസസ് ക്രൈസ്റ്റിന്റെ കൃപയിലേക്ക് മടങ്ങി വരണമെന്നാണ് പറയുന്നത്. കെ മുരളീധരൻ നമ്മുടെ വട്ടിയൂർക്കാവ് വാർഡിൽ നിന്ന് ജയിച്ചതാണ്. ലിജു സഹകരണം എക്സൈസ് ആണ്, മനസ്സിലായില്ലേ? ലിജു സഹകരണം എക്സൈസ് ആണ്. എൻ്റെ കൂടെ LLB ക്ലാസ്മേറ്റ് ആയിട്ട് 1999 2002 ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ലാ കോളേജ് ട്രിവാൻഡ്രത്ത് പഠിച്ച വ്യക്തിയാണ് ലിജു എം എന്ന് പറയുന്നത്. പുള്ളിംഗ് ഡോണസ്റ്റർ ഹോൾസ്
ലിജി വന്ന് അറ്റൻഡൻസ് വിളിക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ ആ പേര് കാണാതെ അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എം ലിജു ആണെങ്കിലും നമ്മൾ അവിടെ അറ്റൻഡൻസ് ബുക്കിൽ ലിജു എം എന്നുള്ള അർത്ഥത്തിലാണ്. മാത്രമല്ല നമ്മൾ ഒരേ ക്ലാസ്സിലൊന്നും പഠിച്ചല്ലേ. കഥ പറയുമ്പോഴല്ലോ ശ്രീനിവാസൻ ഏതൊരു സിനിമയിൽ വ്യത്യസ്തമായൊരു ബാർബറാം ബാലനെ, അപ്പം മമ്മൂട്ടിയും ശ്രീനിവാസനും ഒന്നിച്ചിരുന്ന് പഠിച്ചു എന്നതുകൊണ്ട് ഞാനൊരു അധികാരം അല്ലെങ്കിൽ അവകാശം പറയുന്നതല്ല, എൻ്റെ കൂടെ പഠിച്ചെന്നുള്ളൊരു സാക്ഷ്യമാണ് ഈ പറയുന്നത്. മുരളീധരൻ നമ്മുടെ വാർഡിലെ MLA ആണ്. അപ്പോൾ ആ പുള്ളിക്ക് ആരോഗ്യം, ദേവസ്വം, മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒരു വർഗീയതയാണ്, മനസ്സിലല്ലേ. വ്യവസായം കൈ കിട്ടുമ്പോൾ അതിൽ കൂടെ ഹലാലും ഹിലാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾക്ക് നോൺ മുസ്ലിംസിന്റെ കച്ചവടം ഇല്ലാതാക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അതിലൊന്നും താല്പര്യമില്ല. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ്, അതുപോലെ വിതുര പെൺവാണിപ്പ് കേസിൽ, ഐസ്ക്രീം കേസിലൊക്കെ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ജഗദീഷ് ശ്രീമാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ ഓൺലോഡ് ജീസ് ക്രൈസിൽ മാത്രം അറിയും. എന്തായാലും ക്രൈസിസിന്റെ കൃപയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അസ്രി ബിസു ക്രൈസിസിന്റെ ഗ്രേസിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ ക്രൈസിസിന്റെ ഗ്രേസിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഫോർബദനി ഹോൻ കാൽപട്ടി, അല്ലെങ്കിൽ ഈ പാവങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ട് ക്ഷമിക്കപ്പെട്ട് അവർക്ക് ഹെവൻലി കിണ്ടത്തിലും എത്തിച്ചേരാൻ പറ്റും. ക്രൈസിസിന്റെ എക്ഷനും കർത്തവമായിട്ട് അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ കാര്യം അല്ലെങ്കിൽ എ പേഴ്സൺ ബിലീവ് നോട്ട് ദെൻ ദാറ്റ് പേഴ്സൺ ഷാൾ ബി ഡാംഡ്. ആ ഡാമിനേഷൻ ഒഴിവായി കിട്ടുവാനായിട്ടും ക്രൈസിസിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അവരെ ക്രൈസിസിന്റെ കൃപയിലേക്ക് ഫോർബദനി ഹോൻ കാൽപട്ടി പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് അസ്രി ബിസു വെൽക്കം ചെയ്ത് കൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. അനൂപ് ജേക്കബ് എൻ്റെ കൂടെ 1999 നമ്മുടെ മാർവേൻസ് കോളേജിൽ ഞാൻ പഠിച്ച BSc ഫിസിക്സ് ഡിഗ്രി അവസാനിച്ചല്ലോ, കംപ്ലീറ്റ് ചെയ്തല്ലോ. എന്നുവെച്ചാൽ ഇനി അവിടെ പോകില്ലെന്നല്ല. 1996 to 1999 കാലയളവിൽ ഞാൻ മാർവേൻസ് കോളേജിൽ BSc ഫിസിക്സിന് പഠിക്കുമ്പോൾ അനൂപ് ജേക്കബ് ഒക്കെ ആ കാലയളവിൽ വേറെ ഏതോ കോഴ്സിനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആർട്സ് സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നല്ല സബ്ജക്റ്റാണ്. എൻ്റെ കോളേജ് മേറ്റായിരുന്നു മാർവേൻസ് കോളേജിൽ. TM ജേക്കബ് മന്ത്രിയുടെ മകനാണത്, പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. Forbidden Ihon Counter Liberty. Very good warfare, holy faith and good conscience. ഒരു മിനിറ്റ്. അതുപോലെ മുഹമ്മദ് ഷാ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്നാണ് പറയുന്നത്. ഇതും ഒരു ഉടായ്പാണ്, മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല ആസിഫ് അലി എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് കേരള സ്റ്റേറ്റിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെയാണ് അതും. അതുപോലെ തന്നെ മുഹമ്മദ് ഷാ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ അഡ്വക്കസി മേഖലയെ മുസ്ലിങ്ങൾ കൈക്കലാക്കിയെങ്കിലും ഇങ്ങനെയുള്ള ദുരിതത്തിൽ നിന്നെല്ലാം അവർ ഒള്ളോടസ് ജീസ് ക്രൈസ്റ്റ് നമ്മളെ സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ നമുക്ക് വിശ്വസിച്ചുണ്ട്. ഫോർബദനി ഹോൻ കാൽബട്ടി അസ്ഫർ ബീസ്റ്റ് നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഫോർബദനി ഹോൻ കാൽബട്ടി അസ്ഫർ ബീസ്റ്റ് നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾ അഗൈൻ വിത്ത് യോക്ക ബോണ്ടെ അസ്ഫർ ബീസ്റ്റ്. നമുക്ക് മുന്നേറാം. രാജീവ് ഗാന്ധി, മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ വാർഷികമെന്ന്. എനിക്ക് 47 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ 1991 ആ സമയത്തൊക്കെ എനിക്ക് ഏകദേശം എത്രയാണ്, 12 വയസ്സ് കഴിഞ്ഞു. കുട്ടുമോൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രായം കറക്റ്റ് അതുപോലെയല്ല,
12 വയസ്സും സംതിങ്, അതായത് 13 വയസ്സാകണമെങ്കിൽ ഡിസംബർ 16 ആണ്. അപ്പം മെയ് 21 അല്ലേ ആയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പത്രവാർത്തകളിൽ ചിലത്. കോടിയേരി ബാലകൃഷ്ണനാണ് ഷംസീറിന്റെ രാഷ്ട്രീയ ഗുരു പോലും. ഇവൻ നിയമസഭയെ കാട്ടിക്കൂട്ടിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഗണപതി വിവാദം അത് വേറെ, പക്ഷേ ഇവനും ഒരു സ്ലീപ്പർ സെല്ലാണ്, ഇസ്ലാമിന്റെ സ്ലീപ്പർ സെല്ലാണ്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാക്കാൻ വേണ്ടി 2047 സ്ഥാപിക്കാൻ വേണ്ടി ഇവനും നടക്കുന്നത്. ഇവനെയൊക്കെ സൂക്ഷിച്ചും കണ്ട് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ തന്ത്രത്തിൽ LDFും UDFും BJP യൊന്നും മയങ്ങിപ്പോകാതെ രക്ഷപ്പെട്ടാൽ എത്രയും നല്ലത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എടുത്തുനിന്ന് വായിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ ലൈവായിട്ട് കൊടുക്കുന്നത്. വേണമെന്നുള്ളവർക്ക് വായിച്ചു നോക്കാം. അല്ലെ ചുമ്മാ ഇങ്ങനെ കണ്ട് ജസ്റ്റ് എന്താണ് ലൈക്ക് അടിച്ചേ, നാം പിന്നെ അടിമത്തിൽ കൂടി വരുന്നത് അസ്ഫ്രീ പീസു ലൈക്ക് അടിച്ചേ എന്ന് പറഞ്ഞ് ചാടി അങ്ങനെ പോകുന്നവർക്ക് ആരെങ്കിലും വായിക്കുന്നവരുണ്ടെങ്കിൽ വായനാശീലമൊക്കെ വളർന്നു വരട്ടെ എന്നാഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രസന്റ് ടെൻസ് ആയിട്ട് ഇന്ന് നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഞാൻ പിന്നെ അടിമത്തിൽ കൂടി പോരുത്. അതുപോലെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ഉടായ്പ നമുക്ക് നോക്കാം. നിരീശ്വരവാദ രാജ്യമായിരിക്കുന്ന റഷ്യയും അതുപോലെ ചൈനയും ആ ഉടായ്പ നോക്കാം. ഈ റഷ്യയാണ് ഇറാൻ ഇത്രയധികം ആയുധം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയെ ഈ മുസ്ലിങ്ങൾക്ക് അനുകൂലവും ക്രിസ്ത്യാനികളെ പിടിവിക്കുന്നു, ഉയ്ഗൂർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു. പക്ഷേ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു. നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞ് മനുഷ്യന് വേണ്ടുന്ന ഉപദ്രവം ചെയ്യുന്നതെല്ലാം ഈ ചൈനക്കാരാണ്. അതൊന്നും ഓർത്ത് വെക്കുക. അതും കൂടെ എടുത്തു തരാം. എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്കും കൂടെ കടന്നു വന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ വ്ളാഡിമിർ പുട്ടിനെയും ചൈനയിലെ മറ്റേ അയാളെക്കുറിച്ചും പറയുന്നുണ്ട്. പേജ് നമ്പർ 8 നമുക്ക് നോക്കാം. ചൈനയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം അസ്ഫ്രീ പീസു എന്തൊരു നാമിനെ അടിമത്തിൽ കൂടി പെടുത്തി, എന്തൊരു അഭിനയം പുള്ളിംഗ് ടോണസ്റ്റോൾസ് നാമിനെ അടിമത്തിൽ കൂടി പോയത് ഫോർ ബദനി കാർഡൻ ലിബർട്ടി അസ്ഫ്രീ പീസു എന്തൊരു അഭിനയം പുള്ളിംഗ് ടോണസ്റ്റോൾസ് അസ്ഫ്രീ പീസു ഇറാൻ ആക്രമണം നിയമവിരുദ്ധം റഷ്യ ചൈന എന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അടികൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും ആളുകൾക്ക് ദുഃഖവും വിനയും വരുത്തി വയ്ക്കാൻ നിനക്കൊന്നും വേറെ പിന്നെ അസ്ഫ്രീ പീസു തൊഴിലില്ലേടെ പുള്ളിംഗ് ടോണസ്റ്റോൾസ്. ഉടായ്പൊക്കെ വിട്ടുമാറി. മാത്രമല്ല റഷ്യ നീ നിന്റെ ആളുകളും ഭാവിയിൽ ഇസ്രായേലിനോട് എന്ത് ചെയ്യുന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു. ഫോർ ബദനി കൽബട്ടി നാമിനെ അടിമത്തിൽ കുടിപ്പോരുത് അസ്ഫ്രീ പീസു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അതുകൊണ്ട് കൂടുതൽ ജാട എടുക്കണ്ട. ചൈനയിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപ്പൊ ചുമ്മാ ഇത്രയും ആളുകൾ ഉപദ്രവിക്കാൻ വരെ പണിയില്ലേടെ. പോടെ എന്തൊരു അഭിനയം. എന്നിട്ട് ആളുകളെ കഷ്ടത്തിലാക്കാൻ വേണ്ടി എണ്ണയുടെ വില കൂട്ടുക. പിന്നെ അമേരിക്കയുടെ ഉടായ്പെന്ന് വെച്ചാൽ എന്താണ്, ചുമ്മാ അങ്ങോട്ട് ഇപ്പൊ ഇറാൻ അങ്ങ് തീർക്കും, എന്നിട്ട് അടി കൂടെ പാര. പക്ഷെ ഇസ്രായേലിനെ നോക്കടാ, എടാ റഷ്യക്കാരാ,
എടാ ഭാവിയിൽ നീ ഇസ്രായേലിനെതിരെ എങ്ങനെ തിരിയുന്നു, നിനക്ക് എങ്ങനെ തിരിച്ചടി കിട്ടും എന്നൊക്കെ ഉള്ളത് ബൈബിളിൽ വ്യക്തമായിട്ട് പ്രവചന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ നിഗളിക്കാതെ അഹങ്കരിക്കാതിരിക്കുക. നിന്റെ നിരീശ്വരവാദം, നീ ചൈനയായിട്ട് ചേർന്ന് നിരീശ്വരവാദമൊക്കെ കളയുക. നീ കാരണമാണ് ലോകത്തിനൊക്കെ ഇത്രയും 110 രൂപ പെട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ആയത്. നിനക്കുള്ള മറുപടി, നിരീശ്വരവാദികൾക്കുള്ള മറുപടി വേറെ തരാം. ഇപ്പം ഇസ്ലാമികൾക്കെതിരെയുള്ള മറുപടിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സനാതന ധർമ്മ വിമർശനവും തുടരുക തന്നെ ചെയ്യും. ഇനി VD സതീശനുള്ള റിപ്ലൈ 8ാമത്തെ മറുപടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിഷയം ഇന്നലെ വരെ നമ്മൾ 7.1, 7.1, 7.2 വരെ നോക്കി. ഞാൻ 6 കടന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടൊരു വീഡിയോ ചെയ്യാനാണ്. പക്ഷേ ഇവിടെ ഈ വെയിലിൻ്റെ ഗ്ലെയർ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ചുമ്മാ ഞാൻ നിയമസഭയും മറ്റേ പിണറായി വിജയൻ പറയുന്ന പോലെ ചുമ്മാ കിടന്ന് പറയുന്നില്ല, തെളിവ് സഹിതം. ഞാനും അഡ്വക്കേറ്റായിട്ട് വഞ്ചിയൂർ കോടതിയിൽ കൊണ്ട് പ്രാക്ടീസ് ഉണ്ട്. കഴിയുന്നതും പ്രേക്ഷകർക്ക് നമ്മൾ ഹെവൻലി കിണ്ടത്തിലേക്ക് പോയാലും ഭൂമിയിൽ അന്ന് ജീവനോടിരിക്കുന്നവർക്കൊക്കെ ആർക്കും ഞാൻ കോപ്പിറൈറ്റ് ഒന്നും ഏർപ്പെടുത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ റെഫർ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ എടുത്ത് 200 വർഷം കഴിഞ്ഞാലും 300 വർഷം കഴിഞ്ഞാലും പണ്ട് മുത്തശ്ശന്മാരുടെയൊക്കെ കാലത്ത് ഇങ്ങനെയാണ് നാട്ടിൽ നടന്നുള്ളൊരു ബോധം വേണം. അല്ലാതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ബബ്ബ കിബബ്ബ എന്ന് പറയാതെ ഫോർ ബദൻ ഹ്യൂമൻ വ്യക്തമായ തെളിവോടുകൂടി നമ്മുടെ രാജ്യം ഒരു ദിവസം ജീവിച്ചാലും സിംഹത്തെ പോലെ പുള്ളിങ് ടോണ ആശ്രി പീസ് സിംഹത്തെ പോലെ ജീവരുടെ പുള്ളിങ് ടോണസ് ജഗദീശ്വരന്മാർ പറയും പോലെ എന്തോന്നടേ കുറ്റിയൊക്കെ വരുന്നത് നല്ല തന്നെ. കാരണം അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ മുസ്ലിങ്ങളുടെ മറ്റേ വക്കഫും കിക്കഫും സമുദ്രത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പിടിച്ച് നോൺ മുസ്ലിംസിനെയൊക്കെ പുറത്താക്കി അവരുടെ ഹലാലും ഹിലാലും വെച്ച് മറ്റവരെ പുറത്താക്കുന്ന ഉടായിപ്പെടുത്താണ്ടല്ലോ. പൊതുജനങ്ങൾ കഴുതകളല്ല, അവർക്ക് വിവരവും അതുപോലെ തന്നെ അറിവും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ക്രൈസിസിൻ്റെ റെവലേഷനും വിഷ്ണുവൊക്കെ കൂടുമ്പോൾ ഇതിലധികം അവർ പ്രതിഷേധിക്കും. കുറച്ച് നല്ല കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കള്ളനോട്ട് വിൽക്കാനുള്ള ഭാവം ഉണ്ടെങ്കിലുണ്ടല്ലോ. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വിമർശിക്കും. മനസ്സിലായല്ലോ. പിന്നെ BJPക്കാരുടെ സനാതന ധർമ്മം വടക്കേ ഇന്ത്യയിലെ പാസ്റ്റർമാരെ ചാണകം തീറ്റിക്കാനും പള്ളികളെ പൊളിക്കാനും പെന്തക്കോസ്തരെ ആക്രമിക്കാനും പാസ്റ്റർമാരെ ആക്രമിക്കാനുള്ള ഉടായ്പകൾ താമസിയാതെ പൊളിക്കുന്നതാണ്. അവർക്കുള്ള മരുന്ന് വേറെ തരാം. ഹോമിയോ മരുന്ന് വയറ്റുവേദനയ്ക്കുള്ള വേറെ ഇല്ല, ചെവിവേദനയ്ക്കുള്ളത് വേറെ, അതുപോലെ തന്നെ ശ്വാസകോശത്തിനുള്ളത് വേറെ. നിങ്ങൾക്കുള്ള മരുന്ന് വേറെ തരാം. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. VD സതീശനുള്ള 8ാമത്തെ റിപ്ലൈ, അതായത് റിപ്ലൈ 8 to VD സതീശൻ, ആ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ മറ്റേ ഫോണും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാം. സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഇസ്ലാം മതം എന്ത് പറയുന്നു, അതിനെതിരെ ക്രൈസിസസ് എന്ത് പറയുന്നു, അതും കൂടെ നോക്കിയിട്ട് എനിക്കും പെട്ടെന്ന് പോവേണ്ടതുണ്ട്. ഫോർ വിതൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയം പെട്ടെന്ന് അങ്ങ് തീർക്കാം. സങ്കീർത്തനം 136 എടുത്ത് വായിച്ചു നോക്കുക. ഫോർ വിതൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി, നാമിനെ അടിമത്തിൽ കൂടി പോരുത്, അശ്രീപിച്ചു. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ഹി അറോസ് ഫ്രം ദെൻസ് ആൻഡ് കമ്മത്ത് ഇൻ ടു ദ കോസ്റ്റ് ഓഫ് ജൂദിയ ബൈ ദ ഫാർദർ സൈഡ് ഓഫ് ജോർദാൻ ആൻഡ് ദ പീപ്പിൾ റിസോർട്ട് അൺടു ഹിം അഗെയിൻ ആൻഡ് as he was warned he taught them again. മനസ്സിലാവുന്നുണ്ടോ? സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മലയാളം ഹിന്ദിയൊന്നും തൽക്കാലം വായിക്കുന്നില്ല. ആൻഡ് the Pharisees came to him and asked him, is it lawful for a man to put away his wife, tempting him? And he answered and said unto them, what did Moses command you? മനസ്സിലാവുന്നുണ്ട്? ഇനി 4 വായിക്കുമ്പോഴത്തേക്കും and they said Moses suffered to write a bill of divorcement and to put her away. And Jesus answered and said unto them, for the hardness of your heart he write you this precept. But from the beginning of the creation God made them male and female. For this cause shall a man leave his father and mother and cleave to his wife, and they twain shall be one flesh. Pulling down strolls namne asri pisu namne adimathil kudi bertha, and they twain shall be one flesh. So then they are no more twain but one flesh. What therefore God hath joined together, let not man put asunder. And in the house his disciples asked him again of the same matter. And he saith unto them, whosoever shall put away his wife and marry another committeth adultery against her. എന്നാ ഖുർആൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്ത് ക്രൂരാണെന്ന് നോക്ക്. മനസ്സിലായല്ലോ? ഭാര്യയെ ചുമ്മാ ഉപേക്ഷിച്ചോളെ. ആൻഡ് ഇഫ് എ വുമൺ, അതായത് ലസ്റ്റിനെ വഴിതെളിക്കുന്ന ഒരു മതമാണ്. ആൻഡ് ഇഫ് എ വുമൺ ഷാൽ പുട്ട് അവേ ഹർ ഹസ്ബൻഡ് ആൻഡ് ബി മാരീഡ് ടു അനദർ ഷീ കമ്മിറ്റത്ത് അഡൾട്ടറി. ഇനി നിങ്ങൾ വായിക്കേണ്ടത് പിന്നെ 1 കൊരിന്ത്യർ 7-ാം 1 തൊട്ട് 40 വരെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് സങ്കീർത്തനം എന്താണ്, സങ്കീർത്തനം 136 വായിച്ചിട്ട് നമുക്ക് പിരിയാൻ ആഗ്രഹിക്കുന്നു.
മനസ്സിലായില്ലേ? ഇപ്പോൾ 4 ബദനി ഹോൾബഡി സമയം ഏകദേശം 9 അടുപ്പിച്ചായിട്ടുണ്ട്. പുള്ളിംഗ് ഡോൺ സ്റ്റോൾസ് സമയത്തെയും കാലത്തെയും അതുപോലെ സ്പേസിനെയൊക്കെ സൃഷ്ടിച്ചതാരാണ്? അവർ വള്ളോടെ ജീസ് ക്രൈസ്റ്റ് ആണ്. ആസ്ത്രി പീസ് നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ക്രിയേഷൻസിൽ കൂടെ നമുക്ക് അവർ വള്ളോടെ ജീസ് ക്രൈസ്റ്റിനെ എന്ത് ചെയ്യാം? ഗ്ലോറിഫൈ ചെയ്യാം. ഗിവ് താങ്ക്സ് ടു ഗോഡ് ഫാദർ ഫ്രം ദ സേവിയർ ദ ലോർഡ്. ആസ്ത്രി പീസ് നാം ഇനി അടിമത്തിൽ കുടി പോരുത്. 136 Psalms 136. ഓ ഗീവ് താങ്ക്സ് അൺ ടു ദ ലോർഡ് ഫോർ ഈസ് ഗുഡ്, ഫോർ ഹിസ് mercy endureth forever. ഓ ഗീവ് താങ്ക്സ് അൺ ടു ദ ഗോഡ് ഓഫ് ഗോഡ്സ്, ഫോർ ഹിസ് mercy endureth forever. ഓ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ഓഫ് ലോർഡ്സ്, ഫോർ ഹിസ് mercy endureth forever. To him who alone doeth great wonders, for his mercy endureth forever. To him that by wisdom made the heavens, for his mercy endureth forever. To him that stretched out the earth above the waters, for his mercy endureth forever. To him that made great lights, for his mercy endureth forever. The sun to rule by day, for his mercy endureth forever. The moon and stars to rule by night, for his mercy endureth forever. To him that smote Egypt in their firstborn, for his mercy endureth forever. And brought out Israel from among them, for his mercy endureth forever. With a strong hand and with a stretched out arm, for his mercy endureth forever. To him which divided the Red Sea into parts, for his mercy endureth forever. And made Israel to pass through the midst of it, for his mercy endureth forever. But overthrew Pharaoh and his host in the Red Sea, for his mercy endureth forever. To him which led his people through the wilderness, for his mercy endureth forever. To him which led his people through the wilderness, നാം ഇനി അടിമത്തിൽ കുടി പോരുത്. To him which led his people through the wilderness, for his mercy endureth forever. Forbidden he counter liberty, നാം ഇനി അടിമത്തിൽ കുടി പോരുത്. Pulling down stones. To him which smote great kings, for his mercy endureth forever. And slew famous kings, for his mercy endureth forever. Sihon king of Amorites, for his mercy endureth forever. And Og the king of Bashan, for his mercy endureth forever. And gave their land for an heritage, for his mercy endureth forever. Even an heritage unto Israel, his servant, for his mercy endureth forever. Who remembered us in our low estate, for his mercy endureth forever. And hath redeemed us from our enemies, for his mercy endureth forever. Who giveth food to all flesh, for his mercy endureth forever. O give thanks unto the God of heaven, for his mercy endureth forever. നാം ഇനി അടിമത്തിൽ കുടുങ്ങി പോരുത്. ആസ്ത്രി പീസ്. ഓ ഗീവ് താങ്ക്സ് അൺ ടു ഗോഡ് ഓഫ് ഹെവൻ, ഫോർ ഹിസ് mercy endureth forever. പുള്ളിംഗ് ഡൗൺ ഓഫ് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോട്, സ്വർണ്ണങ്ങളുള്ള ദുഷ്ടാത്മസേനയുടെ അത്രേ. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. ഓ ഗീവ് താങ്ക്സ് അൺ ടു ദ ഗോഡ്. Oh, give thanks unto the Astri peace. Oh, give thanks unto the God of heaven, for his mercy endureth for ever. Pulling down. നാം ഇനി അടിമത്തിൽ കുടി പോരുത്. Oh, give thanks unto the God of heaven, for his mercy endureth forever. Pulling down Astri pulling down stones, casting down imaginations. Astri peace. നമുക്കുള്ള മഹാപുരുതൻ നമ്മുടെ ബലഹീനതയിൽ സാധാരണ കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപൊഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ഫോർ ബുദ്ധൻ ഹി ഹാൻ കാണ്ടർ ലിബർട്ടി. വാർ എ ഗുഡ് വാർഫെയർ, ഹോൾഡി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളാൽ സൂര്യനെ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൻ സ്പന്ദനതാളം പ്രാർത്ഥന ചൊല്ലുന്നു. പുള്ളിംഗ് ഡൗൺ ഓഫ് നാം ഇനി അടിമത്തിൽ കുടി പോരുത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് അസ്ത്രി പീസ്. ഡു നോട്ട് സിയറ്റാൽ ഡു നോട്ട് ഫിയർ. നാം ഇനി അടിമത്തിൽ കുടി പോരുത്. ലിവിംഗ് ഗോഡ് ഹൂ ഗീവ്സ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവറി പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം അബവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. അസ്ത്രി പീസ്.